രാഹുൽ മാങ്കൂട്ടം നേതാക്കന്മാരെ ഭീഷണിപ്പെടുന്നതിന് വേണ്ടി തയ്യാറായി. ഞാനും പല കാര്യങ്ങളും വിളിച്ചു പറയുമെന്ന് രാഹുൽ മാങ്കൂട്ടം പരസ്യമായി പറയുന്നതിന് വേണ്ടി തയ്യാറായി. അതോടുകൂടി നേതാക്കന്മാർ മയപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. യഥാർത്ഥത്തിൽ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ശിക്ഷയെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. യഥാർത്ഥത്തിൽ ഈ കേരളത്തിൽ ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആബാലവൃദ്ധ ജനങ്ങളും ഒരുപക്ഷെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു വന്ന വികാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു എങ്കിൽ അതൊരു ന്യായമായി എടുത്ത നടപടിയാണെന്ന് പറയുന്നതിന് വേണ്ടി കഴിയുമായിരുന്നു. അപ്പോൾ അവർക്ക് അന്തസ്സായിട്ട് പറയാം, ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു, ഞങ്ങൾ നടപടി സ്വീകരിച്ചു എന്ന് പറയാം. അത് ചെയ്തില്ല. രണ്ടാമത്തെ കാര്യം, പൊതുവിൽ പാലക്കാട്ടത്തെ ജനങ്ങളും കേരളീയ സമൂഹവും ആവശ്യപ്പെടുന്നത് ഇയാൾ രാജിവയ്ക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രാജിവയ്ക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നപ്പോൾ ആ ആവശ്യം ഉന്നയിച്ച കോൺഗ്രസിൽപ്പെട്ട വനിതകളെപ്പോലും മഹാമോശമായി തന്നെ അവരെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഉള്ളത്. അത് പ്രധാനമായും ഇപ്പോൾ ഉമാ തോമസ്, ആരെങ്കിലും പറയുമോ ഇങ്ങനെ ഒരു ശത്രുക്കളും എത്ര ശത്രുതയുള്ള ആൾ പോലും നമ്മുടെ ഉമാ തോമസിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ പറയില്ല. വേണുഗോപാൽ, നമ്മുടെ പത്മജ ഇപ്പോൾ BJPയുടെ പ്രവർത്തകയാണ്. അങ്ങനെയാണെങ്കിൽ പോലും BJPയുടെ പ്രവർത്തകയാണെങ്കിൽ പോലും അങ്ങനെ പറയാൻ വേണ്ടി പാടുണ്ടോ? സൈബർ ആക്രമണം അങ്ങനെ നടത്താൻ വേണ്ടി പാടുണ്ടോ? അപ്പോൾ അതെല്ലാം നിരന്തരമായി ഇവരുടെ എല്ലാം പിന്തുണയോടുകൂടി രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള ഈ സിൻഡിക്കേറ്റിൻ്റെ, ക്രിമിനൽ സിൻഡിക്കേറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഈ കോൺഗ്രസിൽപ്പെട്ട അല്ല മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിൽ സത്യസന്ധത ബോധ്യപ്പെടണമെങ്കിൽ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരു മാതൃക സൃഷ്ടിക്കണം. അയാളെ രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടണം. രാജിവെക്കുന്നതിന് വേണ്ടി അവർ തയ്യാറാവാത്തത് അവർക്ക് മനസ്സിലായി. കെട്ടിവെച്ച കാശ് പോലും പാലക്കാട് നിന്ന് ഇനി കോൺഗ്രസ് മത്സരിച്ചാൽ കിട്ടില്ല എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജിയിൽ നിന്ന് ഒഴിവാകുന്നത് എന്ന് ഭംഗ്യന്തരണ അവർ പറയുകയും ചെയ്യും. കാരണം ഇനിയിപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ.